നമ്മളൊരു പുതിയ ബിസിനസ് ഐഡിയ ആയിട്ട് വന്നേക്കുന്നു. എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഒരു ബിസിനസ് തുടങ്ങുക. മാങ്ങ അരിഞ്ഞ് ഉണങ്ങി ഡ്രൈ ഫ്രൂട്ട് ആകുന്നു. നമ്മളെ ഡ്രൈ ഫ്രൂട്ടിന്റെ ബാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? അത് നമ്മുടെ പഴങ്ങളെ വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കും നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതിന് വന്നിരിക്കണം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മള് മാംഗോ ആണ്. അപ്പൊ നമ്മള് 2 രീതി തുടങ്ങുന്നത്. ഒന്ന് ഡീഹൈഡ്രേറ്ററിൽ വെച്ചു. നമ്മൾ ആദ്യം 1 കിലോ മാങ്ങ നമ്മൾ ഡീഹൈഡ്രേറ്ററിൽ വെച്ച് തുടങ്ങുവാണ്. നമ്മൾ 1 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. 100 രൂപയ്ക്കാണ് ഇട്ടേക്കുന്നത്. 300 ഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം മാങ്ങ നമ്മൾ വെയിലത്ത് വെച്ച് തുടങ്ങുന്നു. 2 നമ്മൾ പരീക്ഷിക്കുവാണ്. 30 രൂപയാണ് നമ്മൾ ഇതിന് വില വന്നിരിക്കുന്നത്. ചെത്തിക്കോ അരിഞ്ഞെടുപ്പാണ്. നമ്മളെ വീട്ടിലുള്ള എല്ലാ പഴങ്ങളും നമുക്ക് മൂല്യവർദ്ധിത വസ്തുക്കളാക്കാം അല്ലെ? എല്ലാ പഴങ്ങളും ആക്കാം. നമ്മള് പഴങ്ങളുടെ സീസൺ ആണ് ഇപ്പൊ. അതെ അതെ. ചക്ക ആയിട്ടും മാങ്ങ ആയിട്ടും പൈനാപ്പിൾ ആയിട്ടും. അതെ. നമ്മൾ അരിവാണ്. കനം കുറച്ച് അരിയണം. നമ്മൾ മാങ്ങ അതേപോലെ തന്നെ വിൽക്കുന്നതിനേക്കാൾ നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം. ആ ഡ്രൈ ഫ്രൂട്ട്സ് അതേപോലെ വിൽക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അതുകൊണ്ട് ചോക്ലേറ്റ് ബാറോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഇതുപോലെ ഉള്ള ഒരു തവണ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിൽ നിന്ന് കിട്ടുന്ന 3 ഇരട്ടി വരുമാനം ലഭിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് ബാറോ ചോക്ലേറ്റോ അതുപോലെയുള്ള എന്തെങ്കിലും ഉത്പാദിക്കണം നമുക്ക് മാങ്ങ കൊടുക്കുന്നതിന് ഒരു 20 ഇരട്ടി ലാഭമൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ ബിസിനസ്സുകൾ കണ്ടുപിടിക്കുക. പുതിയ ഓരോ ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. ഇതാ നമ്മളെ ഡീഹൈഡ്രേറ്ററിൽ പെറുക്കി വെക്കുവാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കർഷകന്റെ അല്ലെങ്കിൽ ഫുഡ് ബിസിനസിന്റെ ലാഭം. നമ്മളിന് വെയിലത്ത് വെക്കാനുള്ള മാങ്ങ മുറിച്ചോണ്ടിരിക്കുവാണ്. മെഷീൻ ഓണാക്കുവാണ്. 60 ഡിഗ്രിയിൽ 10 മണിക്കൂർ. ഇതാ മെഷീൻ ഓണായി വന്നു. ഡീഹൈഡ്രേറ്ററിൽ വെച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. കളറൊന്നും പോയിട്ടില്ല. മാങ്ങാപ്പഴത്തിന്റെ അതേ സ്മെല്ല് വരെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ വെയിലത്ത് വെച്ചത്. പൊടി കയറാതിരിക്കാൻ വേണ്ടിട്ട് കവറൊക്കെ ചെയ്ത് കവർ എടുത്ത് കാണിക്കാം. ഇത് നമ്മള് ഡീഹൈഡ്രേറ്ററില് വെയിലത്ത് വെച്ചത്. ചെറിയ കളർ മാറ്റമുണ്ട് അല്ലെ? ഇത് നമുക്ക് നല്ല കളർ കിട്ടും. പക്ഷെ നമുക്ക് തുടക്കത്തിൽ ഇപ്പൊ ഡീഹൈഡ്രേറ്റർ മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എടുക്കുവാണ്. അതിവിടെ പഞ്ചസാര നേരം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലര് ഇത് കാണുമ്പോൾ പറയാം എന്തിനാ പഞ്ചസാര എടുത്ത പഞ്ചസാര ഇതിങ്ങനെ കഴിച്ചാൽ പോരെയെന്ന്. അത് ആവശ്യം എന്താണെന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഇത് എടുക്കാം. 100 ഗ്രാം ആണ് കിട്ടിയിരിക്കുന്നത്. 1 കിലോ ഉണങ്ങിയിട്ടാണ് നമ്മൾ 100 ഗ്രാം കിട്ടിയിരിക്കുന്നത്. വെയിലത്ത് വെച്ചത് 300 ഗ്രാം. ഇത് 2 കിലോ 30 ഗ്രാം ആണ്. 1 കിലോയ്ക്ക് 100 ഗ്രാം കിട്ടും. 10 കിലോ മാങ്ങ നമ്മൾ ഉണങ്ങിയാല് 1 കിലോ സാധനം കിട്ടും. 1 കിലോ ഉണക്ക മാങ്ങ കിട്ടും. അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ള 1 കിലോ കിട്ടും. അത് ഏത് രീതിയിൽ ഉണങ്ങിയാലും സെയിം ആണ്. ഇതുവരെ നമ്മൾ 2 ദിവസം 3 ദിവസം എല്ലാം വെയിലനുസരിച്ച് വെയിലത്ത് വെക്കേണ്ടി വരും. ഇത് നമ്മൾ 10 മണിക്കൂർ കൊണ്ടാണ് ഉണങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഡീഹൈഡ്രേറ്ററിൽ ഇത് ഇതേ രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് 10% പ്രൊഡക്റ്റ് കിട്ടും. 10 കിലോ മാങ്ങ ഉണങ്ങിയാൽ നമുക്ക് 1 കിലോ കിട്ടും. 100 കിലോ മാങ്ങ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് 10 കിലോ കിട്ടും. അപ്പൊ എന്തൊക്കെ രീതിയിൽ ഇത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊരു 4 പോയിന്റ് ആണ് പറയുന്നത്. ഇതെങ്ങനെ വിപണിയിൽ എത്തിക്കാം, വിപണിയുടെ തന്ത്രങ്ങൾ. അപ്പോ ഇത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വിപണിയിൽ എത്തിക്കാം. ഒന്നാമത് ഇത് കേടുകൂടാതിരിക്കും. നമുക്ക് ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡേറ്റ് അതിന് കിട്ടുന്നോ, എത്ര നാൾ അത് കേടുകൂടാതിരിക്കുന്നു, ആ ബിസിനസ് അത്രയും ലാഭകരമായിരിക്കും, നമുക്ക് എളുപ്പമായിരിക്കും. രണ്ടാമത് ഇതിന് ഈ വെയിറ്റിനേക്കാളും ഇത് കൂട്ടാൻ പറ്റുമോ? രണ്ടാമത്തത്. മൂന്നാമത്തത് ഇതിനേക്കാളും നല്ല കുറച്ചുകൂടി ടേസ്റ്റ്. നാലാമത്തത് ഇതിന്റെ കളറ്, ഇതിന്റെ ഷേപ്പ്, ഈ ക്രിസ്പിനെസ്, അതായത് നമ്മൾ ഓടിച്ചെടുത്താൽ കിട്ടുന്ന ഇത് അത് നിലനിർത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് എങ്ങനെ കേടുകൂടാതെ അതിനു വേണ്ടിയാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ചേർക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള പ്രിസർവേറ്റീവ് ആണ് ഇതിൽ ചേർക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടി മധുരം. ഡീഹൈഡ്രേറ്ററിൽ വെച്ച് ഉണക്കുന്ന സാധനം അത് നേരത്തെ വെച്ച് ഉണക്കുന്ന നടക്കില്ല. ഡീഹൈഡ്രേറ്ററിൽ വെച്ച് ഉണക്കുന്ന സാധനം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാല് 10 മിനിറ്റ് കൊണ്ട് ഇതൊരു 80% നമ്മളെ ഫ്രഷ് മാങ്ങയാണ്. അത് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ, ഷേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ബേക്കറിക്കാണ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കടകളിൽ ഇറക്കണം. ഇത് കേടുകൂടാതിരിക്കണം. അതിന് നമുക്ക് ചേർക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രിസർവേറ്റീവ്
രണ്ടാമത്തെ പഞ്ചസാരയാണ് നമുക്ക് വെയിറ്റ് കൂട്ടും. ഇതുപോലുള്ള സാധനങ്ങൾ എന്തിനാ ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്, നമുക്ക് നല്ല ക്യാഷ് ലാഭമുണ്ട്. അതെന്താണ് നമ്മൾ മേക്കിങ്ങിന്റെ സമയത്ത് പറയാം. ഈ വെയിറ്റിനേക്കാളും എത്ര കൂട്ടി നമുക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് ചെയ്യുന്നത് ഇതിന്റെ പകുതി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിലിട്ട് ചൂടാക്കുവാണ്, തേൻ മിക്സ് ആക്കും. ശരിക്കും ഇതൊന്ന് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് തേനിൽ മിക്സ് ആക്കി നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സാധാരണ കിട്ടുന്നതിന്റെ ഒരു 10 ഇരട്ടി സമയം ഇതിന് ഡേറ്റ് കിട്ടും. പക്ഷെ തേന് എന്താണ് ഇച്ചിരി വില കൂടിയ സാധനമാണ്. ക്രിസ്പി ആയതുകൊണ്ട് അതെ എണ്ണയൊന്നും നമ്മൾ ചേർക്കാതെ തന്നെ ഇത് കണ്ടോ നല്ല പൊങ്ങി വരുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് തേൻ ഒഴിക്കുകയാണ്. ഒരു 25 ഗ്രാം തേനുണ്ട്. ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുണ്ടായിരുന്ന വെയിറ്റ് 50 ഗ്രാം. ഇതിപ്പോ തേനും കൂടെ ആയപ്പോ 75 ഗ്രാമായി. അതായത് 50 ഗ്രാമിലേക്ക് 25 ഗ്രാം തേനും കൂടെ ഒഴിച്ചു. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, നമ്മൾ ഡീഹൈഡ്രേറ്ററിൽ വെച്ചിട്ട് ഒന്നുകൂടി വെള്ളം വലിച്ചെടുക്കാം. ഒന്ന് ചൂടാക്കി ഒരു 2 മണിക്കൂർ ഡീഹൈഡ്രേറ്ററിൽ വെച്ച് 2 കിലോ ഇതിന് ചിപ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1 കിലോ തേൻ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൊത്തം ഉൽപ്പന്നത്തിന്റെ വെയിറ്റ് 3 കിലോ കിട്ടും. 2 കിലോ നമ്മുടെ ചിപ്സിന് നമുക്ക് മുടക്ക് 2000 രൂപ, 1 കിലോ തേനിന് നമുക്ക് മുടക്ക് 200 രൂപ. അപ്പൊ 4200 രൂപ. 4200 രൂപയ്ക്ക് 3 കിലോ സാധനം കിട്ടും. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ വെയിറ്റ് കൂടുകയും ചെയ്യും, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രൈസ് കുറയുകയും ചെയ്യും. ഇതിനേക്കാളും കുറഞ്ഞ ചെലവില് വെയിറ്റ് കൂട്ടുന്ന ഒരു സംവിധാനമുണ്ട്, അത് നമുക്ക് അടുത്തുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മള് ഇത് പഞ്ചസാരയിൽ വിളയ്ക്കുന്നു. 2 സ്പൂൺ വെള്ളം ഒഴിക്കുന്നു. നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര ഇടുവാണ്. അപ്പൊ അധികം ഇഴ വരണ്ട. അതിനു മുമ്പേ നമ്മള് ഡ്രൈ ഫ്രൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തൂക്കം അധികം കിട്ടും. പക്ഷെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് വില കുറവായതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെ വില പിന്നെയും താഴും. 25 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ എടുത്തത്. 50 ഗ്രാം നമ്മളെ ഡ്രൈ ഫ്രൂട്ട്. 2 കിലോ ഡ്രൈ ഫ്രൂട്ടിന് 1 കിലോ പഞ്ചസാരയുടെ ആവശ്യം. 2 കിലോ ഡ്രൈ ഫ്രൂട്ടിന് നമുക്ക് മുടക്ക് വരുന്നത് 4000 രൂപ. 1 കിലോ പഞ്ചസാരക്ക് മുടക്ക് വരുന്നത് 50 രൂപ. 4050 രൂപയ്ക്ക് നമുക്ക് 3 kg ഡ്രൈ ഫ്രൂട്ട് കിട്ടും. 4000 രൂപയുടെ സാധനം 50 രൂപയും കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ അത് 3 കിലോ വെയിറ്റ് ആയി. ഈ രീതിയിലാണ് നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, സാധനം സപ്ലൈ ചെയ്യുന്നത്. കൂടുതൽ വെയിറ്റ് കിട്ടി, കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. 3 രീതിയിൽ സപ്ലൈ ചെയ്യാം. സപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.